നമസ്കാരം, ലൈവ് അപ്ഡേറ്റ് ആണ്. മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്ന് രക്ഷ നേടാനുള്ള രണ്ടാമത്തെ ടാസ്ക്കാണ് കോൾഡ് വാർ. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മത്സരാർത്ഥികൾക്ക് 6 പേർക്കുമായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ 6 ഫ്രിഡ്ജുകൾ വെച്ചിട്ടുണ്ടാവും. ആക്ടിവിറ്റി ഏരിയൻ്റെ ഒരു സ്ഥലത്തായിട്ട് കുറേ സാധനങ്ങളും കൂട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ 6 പേരെ സഹായിക്കാൻ വന്നിട്ടുള്ള സഹായികൾ 2 പേരും ചേർന്ന് മാക്സിമം സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജ് നിറയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതേപോലെ ആദിലയും നൂറയും ഇവരിൽ ആരെങ്കിലും ഒരാൾ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അനീഷിൻ്റെ സഹായികളായിട്ടുള്ള ശരത്തിനോടും അനുവിനോടും പറയുകയാണ്, നിങ്ങൾ വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, എൻ്റെ മുഖം മനസ്സിൽ ധ്യാനിച്ചിട്ട് ചെയ്തോളൂ. അപ്പോൾ അക്ബർ പറയാണ്, ആത്മാർത്ഥത പോണത് അപ്പോഴാണ് എന്ന്. അങ്ങനെ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരുന്നു. 6 മത്സരാർത്ഥികളുടെ സഹായികളും കണ്ണി കണ്ട സകല സാധനം എടുത്ത് ഫ്രിഡ്ജിനകത്ത് മാക്സിമം നിറച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് അടച്ചില്ലെങ്കിൽ അത് കണക്കാക്കപ്പെടുന്നതല്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് ഈ സ്യൂട്ട് കേസും പാവയും പാത്രങ്ങളും അങ്ങനെ സകല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ചിലരുടെ ഒന്നും ഫ്രിഡ്ജ് അടയുന്നില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഒരുവിധം ഫ്രിഡ്ജ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ഓരോരുത്തരായിട്ടും എണ്ണി പറയുക എത്ര സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം എണ്ണുന്നത് അനീഷിൻ്റെ സഹായികളായിട്ടുള്ള ശരത്തും അനുവും കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അവരാദ്യം എല്ലാം കൂടെ എണ്ണി നോക്കുമ്പോഴത്തേക്കിന് 40 ഐറ്റംസാണ് അവരാകെ കളക്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു ടൂൾ ബോക്സ് ഉണ്ട്. അപ്പോൾ അനീഷ് വന്നിട്ട് പറയുന്നു, ആ ടൂൾ ബോക്സിൻ്റെ ഉള്ളിൽ കുറേ ടൂൾസ് ഉണ്ടല്ലോ, അതും കൂടെ കൗണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ ആരും സമ്മതിച്ചിട്ടില്ല. എന്നാലും അതും കൂടെ ഇരുന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ടോട്ടൽ 68 സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് വേറെ ആരും സമ്മതിച്ചിട്ടില്ല കേട്ടോ. അവരെല്ലാവരും പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ട്, ബ്രെഡിൻ്റെ പാക്കറ്റ് തുറന്നിട്ട് ഉള്ള ടോട്ടൽ ബ്രെഡ് എണ്ണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ശരത്തിനോട് പറയുന്നു, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കാരണം നമ്മളത് എടുത്തു, അവർക്ക് വേണമെങ്കിൽ തട്ടിപ്പറിക്കായിരുന്നു, പക്ഷേ അവരത് ചെയ്തില്ല. ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസാണ് ഇത് എണ്ണുന്നത്. അടുത്തത് സരികേൻ്റെ സഹായികളായിട്ടുള്ള അഭിഷേകും നെവിനും കളക്ട് ചെയ്തിട്ടുള്ളതാണ് എണ്ണുന്നത്. അവർ ടോട്ടൽ 54 ഐറ്റംസ് കളക്ട് ചെയ്തു. പിന്നീട് ഒണീലിൻ്റെ സഹായികളായിട്ടുള്ള ഷാനവാസും അക്ബറും 49 ഐറ്റംസ് കളക്ട് ചെയ്തു. റെനേൻ്റെ സഹായികളായിട്ടുള്ള ആര്യനും ജിസേലും കൂടെ 45 ഐറ്റംസ് കളക്ട് ചെയ്തു. രേണുവിൻ്റെ സഹായികളായിട്ടുള്ള ബിൻസിയും ശൈത്യയും കൂടെ 45 ഐറ്റംസ് കളക്ട് ചെയ്തു. ഷാരികേൻ്റെ സഹായികളായിട്ടുള്ള ബിന്നിയും ആദില, നൂറ, അതിൽ ആരെങ്കിലും ഒരാളാണ്, ആദിലയാണ് മത്സരിച്ചിട്ടുള്ളത്, നൂറയാണ് മത്സരിച്ചിട്ടുള്ളത്. അവർ 30 ഐറ്റംസ് കളക്ട് ചെയ്തു. അപ്പോൾ അനീഷിൻ്റെ സഹായികളാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് കളക്ട് ചെയ്തിട്ടുള്ളത്, 68. ഈ ടൂൾ ബോക്സിൻ്റെ ഉള്ളിലുള്ളതും കൂടെ കൗണ്ട് ചെയ്തിട്ട്. പക്ഷേ മറ്റ് മത്സരാർത്ഥികൾ ആരും അത് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നു, അത് സമ്മതിച്ച് തരാൻ പറ്റത്തില്ല, അത് ടൂൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ വഴക്ക്. അപ്പോൾ ക്യാപ്റ്റൻ ഷാനവാസ് ബിഗ് ബോസിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ബിഗ് ബോസ് ഉത്തരം തരണം, ടൂൾ ബോക്സും കൂടെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ, ടൂൾ ബോക്സിൻ്റെ ഉള്ളിലുള്ള ടൂൾസും കൂടെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയാണ്, എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ പാവേനെയും അപ്പൂപ്പനെയും അമ്മുമ്മേനെയും ടൂൾ ബോക്സ് ഒന്നും വെക്കാറില്ല, ഞാൻ ഭക്ഷണ സാധനങ്ങളാണ് വെക്കാറ്, നിങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രിഡ്ജിൽ ഇതൊക്കെയാണോ വെക്കാറ് എന്ന് ചോദിക്കുകയാണ്. ഒരു ടാസ്ക് തന്നൊന്നും വെച്ച് പറയുന്നത് അന്ധമായിട്ട് വിശ്വസിക്കാതെ ലോജിക്ക് ഉപയോഗിച്ചൂടെ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. കാരണം ഇവർക്ക് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്യൂട്ട് കേസ്, പാവകൾ, കുറേ പാത്രങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, ബാഗുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസും ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് രൂപങ്ങൾ, ഫുഡിൻ്റെ ഫോട്ടോസ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന വസ്തുക്കളല്ലാതെ വേറൊന്നും അതിൽ വെക്കാൻ പാടില്ല, അതൊന്നും കൗണ്ട് ചെയ്യപ്പെടില്ല. അങ്ങനെ അവസാനം ഇത്രയും ആൾക്കാർ സെലക്ട് ചെയ്തിട്ടുള്ളതിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് ഒന്നുകൂടെ കൗണ്ട് ചെയ്യാനായിട്ട് പറയുകയാണ് ബിഗ് ബോസ്. അങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ അനീഷിന് 24, സരികയ്ക്ക് 23, ഒണീലിന് 47, റെനയ്ക്ക് 37, രേണുവിന് 32, ഷാരികയ്ക്ക് 19. ഇപ്പം രണ്ടാമത്തെ ടാസ്കിൽ ഒന്നാമത് വന്നിട്ടുള്ളത് ഒണീലാണ്. ഒണീലിന് 6 പോയിൻറ്റ്സ്. രണ്ടാമത് വന്നിട്ടുള്ളത് റെനയാണ്. റെനയ്ക്ക് 5 പോയിൻറ്റ്സ്. മൂന്നാമത് രേണുവിന് 4 പോയിൻറ്റ്സ്. നാലാമത് അനീഷിന് 3 പോയിൻറ്റ്സ്. അഞ്ചാമത് സരികയ്ക്ക് 2 പോയിൻറ്റ്സ്. ആറാമത് ഷാരികയ്ക്ക് 1 പോയിൻറ്റ്സ്. അങ്ങനെ മിഡ് വീക്ക് സസ്പെൻഷനിലേക്കുള്ള രണ്ടാമത്തെ ടാസ്ക് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സോട് കൂടി 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് റെനയാണ്, 11 പോയിൻറ്റ്സ് ആണ്. 2-ാം സ്ഥാനത്ത് ഒണീൽ 9 പോയിൻറ്റ്സ്. 3-ാം സ്ഥാനത്ത് രേണു 8 പോയിൻറ്റ്സ്. സരിക 4-ാം സ്ഥാനത്ത് 7 പോയിൻറ്റ്സ്. 5-ാം സ്ഥാനത്ത് അനീഷ് 4 പോയിൻറ്റ്സ്.
6ാം സ്ഥാനത്ത് ശാരിക 3 പോയിന്റ്സ്. ഇനി എത്ര ടാസ്കുകളും കൂടെ ഉണ്ടാവും എന്നറിയില്ല. കാരണം ചൊവ്വാഴ്ചയ്ക്കും വ്യാഴാഴ്ചയ്ക്കും ഇടയ്ക്ക് മിഡ് വീക്ക് സസ്പെൻഷൻ നടത്തും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ ഒന്ന് നടത്തി, ഇന്നൊന്ന് നടത്തി, ഇനി നാളെ കൂടെ ഒന്ന് നടത്തിയിട്ട് ചിലപ്പോൾ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ആയിരിക്കും ആരെയൊക്കെയാണ് സസ്പെൻഡ് ചെയ്യാമെന്ന് അറിയാൻ പറ്റുക.